ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയെ പ്രൊജക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ഇന്ത്യ ഒരു ട്രസ്റ്റഡ് പാർട്ണറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആർക്കും വിശ്വസിക്കാവുന്ന, ഒരിക്കലും കൂടെ നിന്ന് ചതിക്കാത്ത ഒരു പങ്കാളി. ആ നിലയ്ക്കാണ് ഇന്ന് ഇന്ത്യയെ ലോകം കാണുന്നത്. ഈ ട്രസ്റ്റ് എന്ന് പറയുന്ന വാക്കിന് വളരെ വലിയ വെയിറ്റ് ഉണ്ട്. കാരണം ഈ വിശ്വാസമാണ് ലോകത്ത് രാജ്യങ്ങൾക്കിടയിൽ ഇല്ലാതായി കൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ മേൽ ഇന്ന് വിശ്വാസം ലോകരാജ്യങ്ങൾക്ക് നഷ്ടപ്പെട്ടു, അവരുടെ സഖ്യരാജ്യങ്ങൾക്ക് പോലും. അവിടെയാണ് നരേന്ദ്രമോദി വിശ്വാസം എന്ന വാക്കിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അദ്ദേഹം ഇന്ത്യയെ ആ നിലയ്ക്ക് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ ടീമും വളരെ ആലോചിച്ച് തന്ത്രപരമായി തന്നെയാണ് ഇന്ത്യയെ ഒരു ട്രസ്റ്റഡ് പാർട്ണർ എന്ന നിലയിൽ ലോകത്ത് ഉയർത്തിക്കൊണ്ടുവരുന്നത്. യൂറോപ്യൻ രാജ്യങ്ങൾക്ക്, ഫ്രാൻസിന്, റഷ്യയ്ക്ക്, അമേരിക്കയ്ക്ക് പോലും ഇന്ത്യയെ വിശ്വാസമാണ്. ഇന്ത്യ ചതിക്കില്ല എന്നവർക്കറിയാം. അതിന്റെ ഏറ്റവും വലിയ തെളിവ് നമ്മൾ റഷ്യയോട് കാണിക്കുന്ന ആ ഒരു കരുതലാണ്. ഇന്ത്യ ഒരു കാലത്ത് സഹായിച്ച രാജ്യം എന്ന നിലയ്ക്ക് അമേരിക്കയും യൂറോപ്പും പല സമ്മർദ്ദങ്ങൾ ചെലുത്തിയിട്ടും നമ്മൾ റഷ്യയെ ചതിക്കാൻ, കൂടെ നിന്ന് പണിയാൻ പോയില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് ഇന്ന് ലോകം കാണുന്നത്. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഒരു വിശ്വസ്ത പങ്കാളിയായിട്ട് ഇന്ത്യ മാറുകയാണ്. ഇന്നത്തെ കാലഘട്ടം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യയുടെ ആ ഒരു കാലഘട്ടത്തിലേക്കുള്ള കടന്നുവരവ് വളരെ ബുദ്ധിപരമായിട്ടുള്ള ഒന്നായി നമുക്ക് കാണാൻ കഴിയും. ആഗോള സഖ്യങ്ങളിൽ വിള്ളലുകൾ വീഴുകയും വ്യാപാര യുദ്ധങ്ങൾ മുറുകുകയും രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പര വിശ്വാസം പൂർണ്ണമായി നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ലോകശക്തികൾ പരസ്പരം സംശയത്തോടെ നോക്കുമ്പോൾ ആഗോളവേദിയിൽ ഇന്ത്യ സ്വയം അടയാളപ്പെടുത്തുന്നത് ഏറ്റവും വിശ്വസ്തനായ പങ്കാളി എന്ന നിലയിലാണ്. ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു വലിയ തന്ത്രത്തിന്റെ ഭാഗമാണ്. അടുത്തിടെ ഇപ്പോൾ നടന്ന അന്താരാഷ്ട്ര ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നത്തെ ആഗോള പ്രതിസന്ധിയെക്കുറിച്ച് വ്യക്തമാക്കിയത് ഇങ്ങനെയാണ്: ഇന്നത്തെ കാലത്ത് പരസ്പര വിശ്വാസമാണ് ഏറ്റവും വലിയ തന്ത്രപരമായ ആസ്തി. നിർഭാഗ്യവശാൽ ഇന്നത്തെ ലോകം നേരിടുന്നത് വിഭവങ്ങളുടെ കുറവല്ല, മറിച്ച് വിശ്വാസത്തിന്റെ കുറവാണ്. മോദിയുടെ ഈ വാക്കുകൾ വലിയ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. അതായത് വിശ്വാസ്യത, നന്ദി, മ്യൂച്വൽ ആയിട്ടുള്ള ഗ്രോത്ത് എന്നിവയിലൂന്നിയുള്ള വിദേശ നയം വഴി ഇന്ത്യ വെറും നിക്ഷേപങ്ങളെ മാത്രമല്ല ആകർഷിക്കുന്നത്, മറിച്ച് ഇന്ത്യ അതിന്റെ പുരാതനമായ നാഗരിക പ്രതാപത്തെ വീണ്ടെടുക്കുകയാണ്. ശരിക്കും ഒരു സിവിലൈസേഷണൽ പവറായിട്ട് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആധുനിക ഭൗമ രാഷ്ട്രീയത്തിലെ ഒരു വലിയ സവിശേഷത എന്തെന്നാൽ ഇന്ത്യ അതിന്റെ പഴയ സുഹൃത്തുക്കളോട് കാണിച്ച വിശ്വസ്തതയും നന്ദിയുമാണ് പാശ്ചാത്യ രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ മൂല്യം വർദ്ധിപ്പിച്ചത്. യൂറോപ്പിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ പതിറ്റാണ്ടുകളായിട്ടുള്ള തങ്ങളുടെ വിശ്വസ്ത സുഹൃത്തായ റഷ്യയെ തള്ളിപ്പറയാൻ ഇന്ത്യ തയ്യാറായില്ല. അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ സ്വന്തം രാജ്യത്തിന്റെ ഊർജ സുരക്ഷയ്ക്കും താല്പര്യങ്ങൾക്കും മുൻഗണന നൽകിയ ഇന്ത്യ റഷ്യയുമായുള്ള ചരിത്രപരമായ ബന്ധത്തെ നിലനിർത്തി. സ്വാർത്ഥ താല്പര്യങ്ങൾക്കനുസരിച്ച് സഖ്യങ്ങൾ മാറുന്ന ഇന്നത്തെ ലോകത്ത് പ്രതിസന്ധി ഘട്ടത്തിലും പഴയൊരു സുഹൃത്തിനെ കൈവിടാതിരുന്നതിലൂടെ ഇന്ത്യ ലോകത്തിന് മുന്നിൽ ഒരു കാര്യം തെളിയിച്ചു: ഇന്ത്യയെ കണ്ണടച്ച് വിശ്വസിക്കാം. ഇന്ത്യയുടെ ഈ നിലപാടിലെ സുതാര്യതയും പ്രവചനക്ഷമതയും അമേരിക്കയും ഫ്രാൻസും അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഏഷ്യയിലെ ഒരു സുസ്ഥിര ശക്തിയായിട്ട് ഇന്ത്യയെ അവർ കാണുന്നത് അതുകൊണ്ടാണ്. ഈ ആഴത്തിലുള്ള വിശ്വാസമാണ് മുമ്പെങ്ങുമില്ലാത്ത വിധത്തിലുള്ള വലിയ പങ്കാളിത്തങ്ങളിലേക്ക് വഴി തുറന്നത്. എടുത്തു പറയേണ്ടത് ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ ഉണ്ടായിരിക്കുന്ന ബന്ധം തന്നെയാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ ഇപ്പോൾ ഇന്ത്യക്ക് ആയുധങ്ങൾ വിൽക്കുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് അത്യാധുനിക പ്രതിരോധ സാങ്കേതിക വിദ്യകൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നതിനായിട്ട് കൈമാറുകയും ചെയ്യുന്നു. സെമി കണ്ടക്ടറുകൾ മുതൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരെയുള്ള ഭാവി സാങ്കേതിക വിദ്യകളുടെ സുരക്ഷിതമായ വിതരണ ശൃംഖലയിൽ ഇന്ത്യയെ അവർ പ്രധാന പങ്കാളിയായാണ് കാണുന്നത്. ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് മനസ്സിലാക്കാൻ അതിന്റെ ഭൂതകാലത്തിലേക്ക് നോക്കേണ്ടതുണ്ട്. 2000 വർഷങ്ങൾക്ക് മുൻപ് മൗര്യ സാമ്രാജ്യ കാലഘട്ടത്തിൽ അശോക ചക്രവർത്തിയുടെ കാലഘട്ടം വരെ ഇന്ത്യ ലോകത്തിന്റെ സാമ്പത്തിക സാംസ്കാരിക കേന്ദ്രം മാത്രമായിരുന്നില്ല. അക്കാലത്ത് ഇന്ത്യ ലോകത്തെ സൂപ്പർ പവർ തന്നെ ആയിരുന്നു. പിന്നീട് അങ്ങോട്ട് മുഗൾ സാമ്രാജ്യത്തിന്റെ കാലഘട്ടം വരെയും ഇന്ത്യ സാമ്പത്തികമായി വളരെ ശക്തമായിരുന്നു എന്നത് നിഷേധിക്കാൻ കഴിയില്ല. ഓട്ടോമൻ സാമ്രാജ്യത്തെക്കാൾ സമൃദ്ധവും സമ്പന്നവുമായിരുന്നു ഇന്ത്യ. മുഗൾ സാമ്രാജ്യത്തോട് ഓട്ടോമൻ സാമ്രാജ്യ ഭരണാധികാരികൾക്ക് എക്കാലവും ആ കാര്യത്തിൽ അസൂയയും ഉണ്ടായിരുന്നു.
മുഗൾ സാമ്രാജ്യം വരെയുള്ള ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാൻ കഴിയുന്ന ഒരു കാര്യം, ലോകത്തെ ആകെ GDP-യുടെ 25% വരെ ഇന്ത്യയുടെ ഷെയർ ആയിരുന്നു എന്നതാണ്. ഏതാണ്ട് 12-ാം നൂറ്റാണ്ട് വരെ തുടർച്ചയായിട്ട് 10,000 വർഷത്തോളമായിട്ട് ഇന്ത്യ ലോകത്തെ ആകെ GDP-യുടെ 30%-ലധികം ഷെയർ കൈയാളിയിരുന്നുവെങ്കിൽ വൈദേശിക ആക്രമണങ്ങൾ കാരണവും പിന്നീട് ഇന്ത്യയിലുണ്ടായ ആഭ്യന്തര പ്രശ്നങ്ങൾ കാരണവും മുഗൾ സാമ്രാജ്യ കാലഘട്ടത്തിൽ അതിന്റെ ഷെയർ ഒന്ന് കുറഞ്ഞിരുന്നു. 25% ആയിട്ടാണ് അത് മാറിയത്. പക്ഷെ അപ്പോഴും അത് ലോകത്തെ ആകെ GDP-യുടെ ഏറ്റവും ഉയർന്ന ഷെയർ ആയിരുന്നു. എന്നാൽ ബ്രിട്ടീഷുകാർ വന്നതോടെയാണ് ആ ശക്തിയെല്ലാം നഷ്ടപ്പെട്ട് ഇന്ത്യ ദാരിദ്ര്യത്തിലേക്ക് പോകുന്നത്. ഇന്നിപ്പോ ഇന്ത്യയുടെ ആ ഒരു സിവിലൈസേഷണൽ പവർ വീണ്ടെടുക്കുമ്പോൾ ഒരു പുതിയ സ്ഥാനം കൂടി തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ലോകത്തിന്റെ സാംസ്കാരിക സാമ്പത്തിക കേന്ദ്രമായിരുന്നതിനോടൊപ്പം തന്നെ ഇന്ത്യക്ക് മറ്റു ചില സവിശേഷതകൾ കൂടി ഉണ്ടായിരുന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും മതപരമായ പീഡനങ്ങളും കൂട്ടക്കൊലകളും നടന്നപ്പോൾ പോലും ഇന്ത്യ ഒരു അഭയ കേന്ദ്രമായിരുന്നു. 2000-ലധികം വർഷങ്ങളായിട്ട് ജൂതന്മാർ, പാഴ്സികൾ തുടങ്ങി ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് പീഡിപ്പിക്കപ്പെട്ട് ഓടിയെത്തിയ എല്ലാ ജനവിഭാഗങ്ങളെയും ഇന്ത്യ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. ലോകത്തെ വിവിധ സംസ്കാരങ്ങളും മതങ്ങളും നദികളാണ് എങ്കിൽ ഇന്ത്യ ഒരു മഹാസമുദ്രമാണ്. ഇതെല്ലാം ഒഴുകിച്ചേരുന്ന, എല്ലാം ഒന്നിച്ചു ചേരുന്ന ഒരു സമുദ്രം. അതുകൊണ്ട് തന്നെയാണ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യ വ്യത്യസ്തമാകുന്നതും. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സ്വാർത്ഥതയിലേക്ക് പോകുമ്പോൾ ശരിക്കും ഇന്ത്യ ഒരു വിടവ് നികത്തുകയാണ്. ലോക രാജ്യങ്ങൾ ആരെ വിശ്വസിക്കണമെന്നറിയാതെ ചെറുതും വലുതുമായ ഒരുപാട് രാജ്യങ്ങൾ ഈ ലോകത്തുണ്ട്. അവരാകെ അസ്വസ്ഥരാകുന്ന സമയത്ത് അവർക്കൊരു വിശ്വസ്ത പങ്കാളിയായിട്ട് ഇന്ത്യ മാറുകയാണ്. ഈ കഴിഞ്ഞ G7 ഉച്ചകോടിയിലേക്കൊന്ന് നോക്കുക. അമേരിക്കൻ പ്രസിഡന്റുമാർ എല്ലാ കാലത്തും G7 ഉച്ചകോടിയിൽ വരുമ്പോൾ താരങ്ങളാണ് എങ്കിൽ ഇത്തവണ അതിനൊരു മാറ്റമുണ്ടായി. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനോടൊപ്പം നിൽക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലെ ഭരണാധികാരികൾ നമ്മൾ കാണുമ്പോൾ വ്യക്തമാണ്, വിശ്വാസത്തിന്റെ ഒരു തരിമ്പ് പോലും അവിടെ ഇല്ല. യൂറോപ്പിനും അമേരിക്കയ്ക്കും ഇടയിൽ വീണ വിള്ളൽ നികത്താനാകാത്ത വിധം വലുതാണ്. വിശ്വാസം തീരെ ഇല്ലാതായി മാറിയിരിക്കുന്നു. എന്നാൽ നരേന്ദ്രമോദിയോടൊപ്പം ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലെ ഭരണാധികാരികൾ നിൽക്കുന്ന ദൃശ്യങ്ങൾ മാത്രം പരിശോധിച്ചാൽ മതി, ഉറച്ച സൗഹൃദത്തിലും വിശ്വാസത്തിലും അധിഷ്ഠിതമായിട്ടുള്ള ഒരു ബന്ധം ഇന്ത്യക്കും യൂറോപ്പിനും ഇടയിൽ രൂപപ്പെട്ടു വരികയാണ് എന്ന്. യഥാർത്ഥ അധികാരം എന്നത് ഭീഷണിപ്പെടുത്തലിലൂടെയോ നിർബന്ധിച്ച് കീഴ്പ്പെടുത്തുന്നതിലൂടെയോ അല്ല, മറിച്ച് ധാർമ്മികമായ നിലപാടുകളിലൂടെയും അചഞ്ചലമായ വിശ്വാസത്തിലൂടെയുമാണ് നേടേണ്ടത് എന്നാണ് ഇന്ത്യ വിശ്വസിക്കുന്നത്. റഷ്യയോടുള്ള ചരിത്രപരമായ നന്ദി നിലനിർത്തിക്കൊണ്ട് തന്നെ പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ട് എല്ലാവിധ സഹകരണങ്ങളും ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോവാണ്. അത്യാധുനിക സാങ്കേതിക വിദ്യകളിൽ സഹകരിക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നതും അതുകൊണ്ടാണ്. സുരക്ഷിതമായ വിതരണ ശൃംഖലകൾക്കും സുതാര്യമായ സാങ്കേതിക വിദ്യകൾക്കും ധാർമ്മികമായ നേതൃത്വത്തിനുമായിട്ട് ലോകമെന്ന് കാതോർക്കുമ്പോൾ ഇന്ത്യ അതിന് സജ്ജമാണ്. ഇന്ത്യ വളർത്തുന്നത് വെറും GDP മാത്രമല്ല, മറിച്ച് വിശ്വാസം, സഹവർത്തിത്വം, ബഹുമാനം എന്നിവയിലൂന്നിയ അതിന്റെ മഹത്തായ നാഗരിക സ്വത്വത്തെ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു സിവിലൈസേഷണൽ പവറായിട്ട് ഇന്ത്യ ഇനിയും ലോക നേതൃത്വത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.